ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടന്റ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണോ? എന്നാൽ നിങ്ങൾക്ക് ഏറെ ഗുണം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഫേസ്ബുക്ക് എല്ലാം ആഡ് ചെയ്ത് ക്രോസ് പോസ്റ്റിംഗ് ഫീച്ചർ എല്ലാം എനേബിൾ ചെയ്യുക, ഇതിനെക്കുറിച്ചെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലുള്ള റീൽസ്, ഫോട്ടോസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഇത് നിങ്ങളുടെ ഫേസ്ബുക്കിലേക്കും ഷെയർ ചെയ്യപ്പെടും. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഫേസ്ബുക്ക് വഴിയുള്ള റവന്യൂവും അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും റവന്യൂ എല്ലാം ജനറേറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ വളരെ നല്ല ഒരു ഫീച്ചറാണിത്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുക എന്ന് നോക്കാം. ഇതിനായി നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ മുകളിൽ വന്നിരിക്കുന്ന ഈ ഒരു 3 ലൈനിൽ പ്രസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ അക്കൗണ്ട് സെൻറ്റർ എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ടാപ്പ് ചെയ്യുക. ഇനി താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ അക്കൗണ്ട്സ് എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. ഇതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ആഡ് അക്കൗണ്ട്സ് എന്ന് ഇവിടെ ടാപ്പ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ആഡ് ഫേസ്ബുക്ക് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഇതിൽ ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫേസ്ബുക്ക് ഐ ഡി അതുപോലെ പാസ്വേഡ് എല്ലാം കൊടുത്ത് ഇതിൽ ലോഗിൻ ചെയ്യുക. ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഇങ്ങനെ നമ്മൾ ഫേസ്ബുക്ക് ആഡ് ചെയ്തതിന് ശേഷം ക്രോസ് പോസ്റ്റിംഗ് എങ്ങനെ എനേബിൾ ചെയ്യാമെന്ന് നോക്കാം. ഇതിനായി നിങ്ങൾ ഇൻസ്റ്റാഗ്രാം സെറ്റിങ്സിൽ പോയതിനു ശേഷം സെർച്ച് എന്നതിൽ പോയി ഇവിടെ നിങ്ങൾക്ക് ക്രോസ് പോസ്റ്റിംഗ് എന്ന് സെർച്ച് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ക്രോസ് പോസ്റ്റിംഗ് എന്ന് വന്നിട്ടുണ്ട്. ഇതിൽ ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫേസ്ബുക്ക് ഐ ഡി അതുപോലെ അതിന് താഴെയായി 3 ഓപ്ഷൻ എല്ലാം വന്നിരിക്കുന്നത് കാണാം. യുവർ സ്റ്റോറി, പോസ്റ്റ്, റീൽസ് ഇതെല്ലാം തന്നെ ഓൺ ചെയ്ത് കൊടുക്കുക. ഇപ്രകാരം ഇത് ഓൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യുമ്പോൾ ഇത് ഡയറക്റ്റായി നിങ്ങളുടെ ഫേസ്ബുക്കിൽ കൂടി അപ്ലോഡ് ആകും. അപ്പോൾ ഈ ഒരു ഫീച്ചർ ഇതുവരെ യൂസ് ചെയ്ത് നോക്കാത്തവർ ഇപ്പോൾ തന്നെ ഇത് യൂസ് ചെയ്ത് നോക്കുക. വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.